നമസ്കാരം ശ്രീല. തിരുപ്പതിയിലെ പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പ് കലർന്നിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളും വിവാദമായതിനു ശേഷം ഇപ്പോൾ വരുന്നത് പഴനി ക്ഷേത്രത്തിലെ പഞ്ചാമൃതത്തിൽ ഗർഭനിരോധന ഗുളികയുടെ അംശം ഉണ്ട് എന്ന് ഒരു തമിഴ് സംവിധായകൻ മോഹൻ ജി പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. എന്താണ് ശ്രീലയുടെ ഇതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലുകൾ? ഇത് എല്ലാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ ശബരിമലയിലൊക്കെ ആണെങ്കിൽ പ്രസാദത്തിൽ എലിവാല് കാണുക, ഇങ്ങനെ പല കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഇത് എല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിലുള്ള സ്ഥലങ്ങളിലെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസാദങ്ങളും മറ്റും നിർമ്മിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ അടുത്തുള്ള ഒരു ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്ന പോലെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, വലിയ വലിയ നിർമ്മിതികളാണ് ഇപ്പോൾ പ്രസാദവുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന വലിയ കണ്ടെയ്നർ കണക്കിനുള്ള സാധനങ്ങളാണ്. അപ്പോൾ പലപ്പോഴും ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ലാഭം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളായി പലരും പലതും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് വ്യത്യസ്തത എന്ന് ചോദിച്ചാൽ, ഇപ്പോ തിരുപ്പതിയിലെ വിഷയമാണെങ്കിൽ ഒരു ടെസ്റ്റിൽ അത് കൃത്യമായി ടെസ്റ്റിൽ തെളിഞ്ഞൊരു വിഷയം സംബന്ധിച്ചുള്ള ഒരു ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അത് ഗുജറാത്തിലെ ഒരു ടെസ്റ്റിൽ അത് കൃത്യമായി തന്നെ ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്ത വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അടുത്തത് ഒരു ആരോപണം പഴനിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുമ്പോൾ ആ ആരോപണവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന്, അതായത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ മതവികാരം വ്രണപ്പെടുത്തുക, മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി, സോഷ്യൽ സ്റ്റാറ്റസിലുള്ളവർ, പൊതുസമൂഹത്തിന് കൂടുതൽ സ്വീകാര്യരായ വാക്കുകൾ പറയാൻ സാധ്യതയുള്ളവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ കണ്ണടച്ച് പെട്ടെന്നൊരു ആരോപണം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിന് അഭിപ്രായം പറയുക, അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുക ഒക്കെ ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ദുരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യത മുന്നിൽ കണ്ടായിരിക്കണം ഒരു പക്ഷേ ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അറസ്റ്റ് ചെയ്ത സംഭവങ്ങൾ അവിടെ നിൽക്കട്ടെ, അറസ്റ്റ് ചെയ്യലുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അത്തരത്തിലുള്ള ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്താനും ഹൈന്ദവരുടെ ആചാരങ്ങൾ ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വ്യാപകമായ രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ എന്തെങ്കിലും അറിവുണ്ടോ, ആ അറിവുള്ളത് കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, അദ്ദേഹം അത് പറയാനിടയായ സാഹചര്യം എന്താണ്, ഇങ്ങനെ വിവിധ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ആ വിഷയങ്ങളെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും വേണം. ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വെറുതെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമായില്ല, എന്താണ് ഇത്തരം ഒരു ആരോപണത്തിന് പിന്നിൽ നിന്ന് കണ്ടെത്തുക കൂടി വേണം. ഇല്ലെങ്കിൽ ഇത് വലിയ ജനതയാണ്. ഈ വലിയ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പളനിയിലേക്കൊക്കെ എത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിരവധി ആൾക്കാർ വരുന്നൊരു ക്ഷേത്രമാണ് പളനി അടക്കമുള്ളവ. ഇപ്പോ തിരുപ്പതി ആണെങ്കിലും പളനി ആണെങ്കിലും ശബരിമലയാണെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി ഉണ്ടായി വരുന്നത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക്, ദുരവ്യാപകമായ ഫലങ്ങൾക്ക് കാരണമായി തീരും. അപ്പോൾ അത്തരത്തിലുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാരണങ്ങളെ കുറിച്ച് അത്തരം ഒരു ആരോപണം വന്നാൽ ആ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ അംഗീകാരമുള്ള ചില ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ കേൾക്കും. ഒരു 10 പേരെങ്കിലും നമ്മുടെ അഭിപ്രായം കേൾക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായവുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യക്തതയും കൃത്യതയും ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം അഭിപ്രായങ്ങൾ നമ്മൾ പറയാൻ പാടുള്ളൂ. അല്ലാതെ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഇനി അത്തരം ഒരു ആരോപണം ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ അഭിപ്രായം പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു പരാതി പോലീസിൽ നൽകാമായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം എനിക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടെങ്കിൽ ആ വിഷയം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊന്ന് പോലീസിൽ അറിയിക്കാമായിരുന്നു. കാരണം മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന വിഷയങ്ങളാണ് ഇത്തരം വിഷയങ്ങൾ. ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ആ പറയപ്പെടുന്നതിലുപരി അതിലൊരു അന്വേഷണത്തിലേക്ക് പോകുന്നതായിരുന്നു ഭംഗി. ഇവിടെ എന്താണ് തിരുപ്പതിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? തിരുപ്പതിയുടെ കാര്യത്തിൽ കൃത്യമായ തരത്തിൽ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. അത് കൃത്യമായി തന്നെ ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരുപ്പതിയിലെ ആരോപണം വരുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ആരോപണം കേട്ട പാടെ ബാക്കിയുള്ള ക്ഷേത്രങ്ങളെ എല്ലാം സംബന്ധിച്ച് നമുക്ക് പല സംശയങ്ങളും പല ഘട്ടങ്ങളിലും ഒക്കെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാണും. ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പോലും ചിലപ്പോൾ നമുക്ക് 2 അഭിപ്രായം 3 അഭിപ്രായം ഒക്കെ കാണും. പക്ഷെ നമ്മൾ അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിൽ ഒന്നൊരു സംവിധായകനാണ്, അദ്ദേഹം സിനിമയിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയത്തിലൂടെ ആണെങ്കിലും ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ അത് ജനങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ ഏറ്റെടുക്കുന്ന സംവിധായകനുമാകാം. അത്തരത്തിലുള്ള ആൾക്കാർ, അത്തരത്തിലുള്ള ജനങ്ങൾ അഭിപ്രായം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവധാനത, അല്ലെ അത്തരത്തിലുള്ള ഒരു വിഷയം സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുമ്പോൾ
പാലിക്കേണ്ട ഒരു മര്യാദ അദ്ദേഹം പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ അത്തരത്തിൽ എനിക്ക് ഈ ഗർഭനിരോധന ഗുളികയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മരുന്നോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ക്ഷേത്രങ്ങളിലടക്കം എല്ലാ ക്ഷേത്രങ്ങളിലടക്കം വന്നു വരുന്ന അല്ലെങ്കിൽ പൂജയ്ക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതടക്കമുള്ള എല്ലാ ആഹാര സാധനങ്ങളിലും മായമാണ്. മായമില്ലാത്ത ഒരു ആഹാര സാധനം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു ഒരു സാധനം പോലും മായമില്ലാതെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് തന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ ഒരു അനുഭവമുണ്ട്. എന്റെ അച്ഛൻ ഒരു മില്ല് സ്ഥാപിക്കാൻ, മുളകും മല്ലിപ്പൊടിയും ഒക്കെ പൊടിക്കാനായിട്ട് ഒരു മില്ല് സ്ഥാപിക്കാൻ തുടങ്ങി. മില്ലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു. അതിനുശേഷം മില്ലിൽ മുളകും മല്ലിയൊക്കെ പൊടിച്ചപ്പോൾ കളർ വരുന്നില്ല. അപ്പൊ ജനങ്ങളൊക്കെ കളറില്ല എന്നാണ് പറയുന്നത്, മുളകിനും മല്ലിക്കും ഒക്കെ. അപ്പോ ഇങ്ങനെ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. എന്റെ ഫാദർ ഒരു ആൾക്കാരോടൊക്കെ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഒരു പൊടി കിട്ടും, ആ പൊടി ചേർത്താൽ കളർ വരുന്നു. അപ്പൊ ഈ പൊടി വാങ്ങിക്കാനായി ഞങ്ങളുടെ അടുത്തുള്ള ചന്തയിലെത്തി. അവിടെ ചെന്ന് ഈ പൊടി ഉണ്ടോ എന്ന് അന്വേഷിച്ചു. പൊടി കയ്യിൽ കൊടുത്ത സമയത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് കൈകൊണ്ട് മിക്സ് ചെയ്തെന്ന്. അതായത് കൈകൊണ്ട് മിക്സ് ചെയ്താൽ നമ്മുടെ കൈക്ക് ദോഷകരമാകുന്ന ഒരു സാധനമാണ് നമ്മുടെ വയറ്റിലേക്ക്. കയ്യെക്കാട്ടിൽ എത്രയോ ഫീബിൾ ആയിട്ടുള്ള എത്രയോ ചെറിയ അവയവമാണ് നമ്മുടെ കുടലിലേക്കുള്ള ആന്തരിക അവയവങ്ങൾ. അത്രയ്ക്കേറെ ചെറിയ അവയവങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. എന്റെ പപ്പ അന്ന് പറഞ്ഞു ഇനി ഞാൻ ഏതായാലും ഈ പരിപാടിക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മില്ല് തന്നെ ഞങ്ങൾ നിർത്തലാക്കിയായിരുന്നു. ആ സംവിധാനം തന്നെ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നില്ല എന്നുള്ള ഒരു നിലപാട് കൊണ്ട് അത് നിർത്തലാക്കിയത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ ഈ ഉപയോഗിക്കുന്ന മുളകും മല്ലിയും അടക്കമുള്ള സാധനങ്ങളിൽ, നമ്മൾ പൊടിച്ചു വാങ്ങുന്ന മുളകും മല്ലിയും അടക്കമുള്ള സാധനങ്ങളിൽ ഇത്തരത്തിലുള്ള മാരകമായ വിഷാംശങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അതിൽ നിന്ന് ബോധ്യപ്പെടേണ്ട കാര്യവും ഇത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കറിയാം, ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള, ഇപ്പൊ ഗൾഫിലൊക്കെ ഇത്തരത്തിൽ വ്യാജമായതോ മായം ചേർന്നോ എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്താൽ വലിയ തരത്തിലുള്ള ശിക്ഷയാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ വലിയ തരത്തിലുള്ള നിയമ സംവിധാനങ്ങളിൽ മാറ്റം ഉണ്ടാക്കണം. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇപ്പോൾ ഒരു പ്രസാദം ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയാലോ അതിൽ മായം ചേരില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. നമുക്കിപ്പോ അരി തന്നെ മായം ചേർന്ന അരികളാണ്. അരിയിൽ കളർ ഉണ്ടാക്കാനൊക്കെ നമുക്ക് അരി കഴുകുമ്പോൾ മനസ്സിലാക്കിക്കോണം. അരി കഴുകി നോക്കുക. കഴുകി നോക്കുമ്പോൾ ഒരു ബ്രിക്ക് കളറിൽ ഒരു വെള്ളമാണ് വരുന്നത്. നിരവധി തവണ അരി കഴുകാതെ, അരി നല്ലവണ്ണം കഴുകിയ ശേഷം മാത്രമേ നമ്മൾ അടുപ്പിലേക്ക് ഇടാവൂ. ഞാൻ പലപ്പോഴും അരി കഴുകുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള, വളരെ ബ്രിക്ക് കളറിൽ, അതായത് അരിക്ക് കളർ കൊടുക്കുന്നതാണത്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള നമ്മൾ കഴിക്കുന്ന എല്ലാ അജിനോമോട്ടോ അടക്കമുള്ള സാധനങ്ങൾ, നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ എല്ലാത്തിലും വ്യാജമായ സാധനങ്ങളുണ്ട്. മായം ചേരാത്ത ഒരു ഭക്ഷണ വസ്തുവും ഏതെങ്കിലും ഓർഗാനിക് ഉണ്ടാക്കുന്ന ഏതെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ വരൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. പണ്ടത്തെ ജനങ്ങളെക്കാൾ ഏറെ രോഗബാധിതരാണ് നമ്മളേവരും. അതിന് കാരണവും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും മായം കലർന്ന ഭക്ഷണവും ഒക്കെയാണ്. പെസ്റ്റിസൈഡ്സിന്റെ അമിതമായ ഉപയോഗം പച്ചക്കറികളിലുണ്ട്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മളിപ്പോ മുന്തിരിങ്ങ വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട്സ് വാങ്ങിച്ചാലോ ഒക്കെ ആ ഫ്രൂട്ട്സിന്റെ ഒരു ഈച്ച പോലും ഫ്രൂട്ട്സിന്റെ അടുത്ത് എത്തുന്നില്ല എന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈച്ചയടിക്കാത്ത ഫ്രൂട്ട്സുകളിലൊക്കെ മായം ചേർത്തിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ നിരവധി നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളിലും മായമുണ്ടെന്നിരിക്കെ ഇത്തരം സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഏത് ആഹാര സാധനത്തിലും മായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോ ക്ഷേത്രത്തിൽ ഇപ്പോ നെയ്യ് 2-3 ബ്രാൻഡുകളെ ഇപ്പൊ നിരോധിച്ചിട്ടുണ്ട് കേരളത്തിൽ. അപ്പൊ ഇത്തരത്തിൽ നെയ്യടക്കം എണ്ണയടക്കമുള്ള സാധനങ്ങൾ എല്ലാ സാധനങ്ങളിലും വ്യാജവും മായവും ചേർന്ന സാധനങ്ങളാണ് വരുന്നത്. അതൊരു മറ്റൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളിലും ഇത്തരം മായം കലരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ തിരുപ്പതിയിലെ പ്രസാദത്തിലുണ്ടായ വിഷയത്തിൽ ഈ നെയ്യ് വിതരണം ചെയ്ത കമ്പനികൾ പാകിസ്ഥാനിൽ നിന്നാണ് എന്നൊരു വ്യാജ റിപ്പോർട്ട് പ്രചരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റിപ്പോർട്ട് പ്രചരിച്ചപ്പോൾ അത് ഫാക്ട് ചെക്ക് ചെയ്തപ്പോഴാണ് അത് വ്യാജ റിപ്പോർട്ടാണ് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ ഈ ഒരു വ്യാജ റിപ്പോർട്ടുകൾ ചമയ്ക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചനയുണ്ട്? ഇപ്പം ഈ ഗർഭനിരോധന ഗുളിക അതിൽ കലർന്നിട്ടുണ്ട് എന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല, ഇങ്ങനൊരു ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ അത് യാഥാർത്ഥ്യമാണോ? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ട് എന്ന് കരുതുന്നുണ്ടോ ശ്രീലാം? യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലത്തായി ഉയർന്നു വരുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തൊക്കെയോ തരത്തിലുള്ള ഗൂഢാലോചനകൾ പല ഘട്ടങ്ങളിലും നടക്കുന്നുവെന്നാണ്. അതിന് ശക്തി പകർന്ന് നമ്മുടെ ശബരിമല സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ്. ശബരിമല സമരത്തിലൊക്കെ കേരളത്തിലെ സർക്കാർ കാണിച്ചൊരു അമിതാവേശം നമ്മൾ കണ്ടതാണ്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ കാണിച്ചൊരു അമിതാവേശമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സർക്കാരുകൾ അത്തരത്തിൽ പെരുമാറുന്നുണ്ടോ അല്ലെങ്കിൽ ഹൈന്ദവമായ ആചാരങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ടോ എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകളുണ്ടാകും. ഇപ്പൊ തമിഴ്നാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തമിഴ്നാട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടുമാണ് പെട്ടെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന സംശയം പോലും സാധാരണക്കാരന് ജനിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യങ്ങളെ മറികടക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോഴെങ്കിലും വ്യാജ ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റിൽ പോലും പലപ്പോഴും നമ്മളെ കൃത്യമായി അറിയുന്ന ആൾക്കാരെന്ന രീതിയിൽ പടച്ചുവിടുന്ന ചില കള്ളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോലും അതിശയം തോന്നും. അത്തരത്തിലുള്ള കള്ളങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് ആരോപണം ഉണ്ടാകുന്നതിന്റെയും പിന്നിൽ ഒരു കാര്യമേ ഉള്ളൂ, കലാപ സൃഷ്ടിക്കലാണ്. വ്യാജ ആരോപണം ഇത്തരത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പള്ളികളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റ് മുസ്ലിം മോസ്കുകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഏത് ആരാധനാലയങ്ങളുടെയും ഒക്കെ പിറകിലേക്ക് വരുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു പക്ഷേ യാഥാർത്ഥ്യം പുറത്തു വരുന്നതിലേറെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആരോപണമായി വരുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ലോബി ഉണ്ടോ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള ഏതെങ്കിലും ലോബികൾ ഉണ്ടോ എന്ന സംശയം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ആ സംശയം പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിന് കേരളത്തിലെ പോലീസും അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട്ടിലെ പോലീസ്, അല്ലെങ്കിൽ കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്രത്തിലെ അത് പോലീസും മറ്റുള്ള അന്വേഷണ ഏജൻസികളുമാണ് ഈ വിഷയമൊക്കെ അന്വേഷിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എവിടെ നിന്ന് വരുന്നു, ഇതിന്റെ നിജസ്ഥിതി എന്താണ്, അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക കൂടി ചെയ്യണം. അല്ലെങ്കിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യമേ തന്നെ ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ അത് ജനങ്ങൾ ഒരു ശരിയായിരിക്കാം, അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കാം എന്ന രീതിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയാവുന്നത് നമുക്ക് ശ്രീല, അതായത് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ, അതായത് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മളെപ്പോഴും അതിനെ വികാരപരമായല്ല വിവേക ബുദ്ധി ഉപയോഗിച്ച് വേണം അതിനെ നേരിടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നന്ദി.